ജനങ്ങളെ ഭീതിയിലാക്കി കോതമംഗലം നഗരത്തിൽ ഒറ്റയാൾ ആക്രമണം. അന്യസംസ്ഥാന തൊഴിലാളിയെന്ന് സംശയിക്കുന്നയാളാണ് ടൗണിലെ വിവിധ ഭാഗങ്ങളിൽ അക്രമാസക്തമായി പെരുമാറിയത്. കടകൾക്കും വാഹനങ്ങൾക്കും വഴിയാത്രക്കാർക്കും നേരെ ഇയാൾ ആക്രമണം അഴിച്ചുവിട്ടു. കോതമംഗലം നഗരത്തിൽ ചൊവ്വാഴ്ച പുലർച്ചെ അക്രമിയുടെ അഴിഞ്ഞാട്ടം. ഇയാളുടെ അപ്രതീക്ഷിത ആക്രമണം നാട്ടുകാരിലും വ്യാപാരികളിലും വലിയ ആശങ്കയും പരിഭ്രാന്തിയും സൃഷ്ടിച്ചു. അന്യസംസ്ഥാന തൊഴിലാളിയെന്ന് സംശയിക്കുന്നയാളാണ് ടൗണിലെ വിവിധ ഭാഗങ്ങളിൽ അക്രമാസക്തമായി പെരുമാറിയത്. കടകൾക്കും വാഹനങ്ങൾക്കും വഴിയാത്രക്കാർക്കും നേരെ ഇയാൾ ആക്രമണം നടത്തി. പുലർച്ചെ നഗരത്തിലെത്തിയ ഇയാൾ വഴിയിലുണ്ടായിരുന്ന സ്ഥാപനങ്ങൾക്കും വാഹനങ്ങൾക്കും നാശനഷ്ടം വരുത്തിയെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഇന്ന് രാവിലെ വെളുപ്പിനെ 4 മണിയോടുകൂടി ഇവിടെ ഒരു അന്യസംസ്ഥാന തൊഴിലാളി ഇവിടെ വന്ന് ഈ കട 2 ഗ്ലാസും അടിച്ച് പൊളിക്കുകയാണ് ചെയ്തത്. ഒരു ഇരുമ്പോടിയും കൊണ്ട് വന്നിട്ട്. പിന്നീട് ആണ് അറിഞ്ഞത് ഏകദേശം ഒരു 3 കടയും ഒരു ബൈക്കുകാരനെയും ഒരു കാറുകാരനെയും ഈ അന്യസംസ്ഥാന തൊഴിലാളി ആക്രമിച്ചു എന്നുള്ളത്. ഇപ്പോൾ ഈ തൂഫാനിൻ്റെ ഭാഗമായിട്ട് പെരുമ്പാവൂർ പോലീസിൻ്റെ അന്വേഷണങ്ങളും കാര്യങ്ങളും നടക്കുമ്പോൾ പെരുമ്പാവൂരിൽ നിന്നും നിരവധി അന്യസംസ്ഥാന തൊഴിലാളികളാണ് കോതമംഗലത്തേക്ക് ചേക്കേറിയിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന പലരും അക്രമാസക്തരായി ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇന്ന് വെളുപ്പിന് തന്നെയായാലും ഒരു ബൈക്കിൽ പോകുന്ന ഒരാളെ ഈ ഇരുമ്പോടിയും കൊണ്ട് അടിക്കാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ വന്നു. ഇവിടെ ഒരു കാറുകാരൻ ഹൈറേഞ്ചിൽ നിന്ന് വന്ന ഒരു കാറുകാരൻ്റെ ചില്ലടിച്ച് പൊളിച്ചു. അവരുടെ ഡോറെല്ലാം അടിച്ച് പൊളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് എൻ്റെ കടയിൽ ഇതേമാതിരി 2 ഗ്ലാസും അടിച്ച് പൊളിച്ചിരിക്കുന്നത്. കോഴിപ്പള്ളിക്കവലയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന സെന്റ് തോമസ് ആംബുലൻസ് സർവീസ് സ്ഥാപനത്തിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തു. സംഭവത്തിൽ സ്ഥാപനത്തിന് ഏകദേശം 1 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി സ്ഥാപന ഉടമ സാബു പറഞ്ഞു. ഇവിടെ കടയുടെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും വലിച്ചെറിഞ്ഞ് ഇതിനകത്തുള്ള ഇൻവെർട്ടർ, അത് ബാറ്ററി, അതൊക്കെ എടുക്കാനായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഫ്രണ്ടിലേക്ക് അവർ പോയി കഴിഞ്ഞപ്പോൾ പോലീസ് പുറകെ ചെന്ന് പിടിച്ചു. പോലീസിനെയും ഈ ചങ്ങലയ്ക്കും വെച്ച് അടിച്ചു എന്നാണ് പോലീസുകാർ പറഞ്ഞത്. 2 പോലീസുകാർക്ക് ഇരുമ്പ് അടിക്കുള്ള അടിയും കിട്ടിയിട്ടുണ്ടെന്ന് പോലീസുകാർ അതിനെ സമ്മതിച്ചിട്ടുണ്ട്. ഇയാളെ ഞങ്ങൾ അന്വേഷിച്ച് നിന്നപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിൽ വെച്ച് ഇയാളെ കണ്ടു. ഇയാൾക്ക് തലയ്ക്ക് എന്തോരം മുറിവുണ്ടായി. അവിടെ നിന്ന് കൂടെ കൊണ്ടുപോയെന്നാണ് പറഞ്ഞത്. പിന്നെ അതിനെപ്പറ്റി കൂടുതൽ അറിവില്ല. ആളെപ്പറ്റി ഒരു വിശദമായ ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് ഇതിൻ്റെ കുറ്റവാളി ആരാണെന്ന് വെച്ചാൽ ആ കുറ്റവാളിയെ കണ്ടെത്താനും ഈ അക്രമാസക്തരായിക്കൊണ്ടിരിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ ഇവിടെ തന്നെ ഈ കോതമംഗലം പ്രദേശത്തു നിന്ന് മാറ്റുവാൻ വേണ്ടിയുള്ള നടപടിയും പോലീസ് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് അറിയിക്കുകയാണ്. സമീപത്തെ മറ്റു കടകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. റോഡരികിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പെട്ടിക്കട മറിച്ചിട്ട് സാധനങ്ങൾ റോഡിലേക്ക് വലിച്ചെറിഞ്ഞ നിലയിലായിരുന്നു. ഇടുക്കിയിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഒരു കാറിന് നേരെയും ഇയാൾ ആക്രമണം നടത്തി. ആക്രമണത്തിൽ കാറിന്റെ സൈഡ് ഭാഗം തകർന്നു. കോതമംഗലം ടൗണിലേക്ക് വരികയായിരുന്ന ഒരു ബൈക്ക് യാത്രികനും ആക്രമണത്തിന്റെ ഇരയായതായി നാട്ടുകാർ പറഞ്ഞു. സംഭവ വിവരം ലഭിച്ചതോടെ കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ഇയാളെ കീഴ്പ്പെടുത്തി കസ്റ്റഡിയിൽ എടുത്തത്. ആക്രമണത്തിനിടെ ഇയാൾക്കും പരിക്കേറ്റതിനാൽ ആദ്യം കോതമംഗലത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ആക്രമണത്തിന് പിന്നിലെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. സംഭവത്തിൽ വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. മീഡിയ 60 കോതമംഗലം.